മൂന്നാം സീറ്റ് വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിർണായക യോഗം നാളെ. മൂന്നാം സീറ്റ് നൽകുന്ന കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനം ആയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ലീഗ് എന്ത് നിലപാടെടുക്കുമെന്നത് ശ്രദ്ധേയമാണ്. വിവരങ്ങളുമായി സ്വാലിഹ് കൂടി ചേരുന്നു. സ്വാലിഹ്, ഇന്നലത്തെ വരെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് ലീഗിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും. കാരണം ലീഗ് ഇന്ന് വരെ കരുതിയിരുന്നത് ഒരുപക്ഷെ AICC നിലപാട് വരും, മൂന്നാം സീറ്റ് ലഭിച്ചേക്കുമെന്നുള്ളതായിരുന്നു. നാളെയാണ് ലീഗിൻ്റെ നിർണായക യോഗം. ലീഗ് കഴിഞ്ഞ ദിവസം തന്നെ നേതാക്കൾ വ്യക്തമാക്കുകയുണ്ടായി, മൂന്നാം സീറ്റിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല. രാജ്യസഭാ സീറ്റിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ, മൂന്നാം സീറ്റ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് നിലപാടെന്ന് ലീഗ് വ്യക്തമാക്കി. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കും എന്ന് ലീഗ് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നാളത്തെ ലീഗ് യോഗം വളരെ നിർണായകമാണ്. മുന്നണി മര്യാദ അനുസരിച്ച് കക്ഷിയുടെ ശക്തി അനുസരിച്ച് സീറ്റ് കിട്ടുക എന്നുള്ളതിനാണ് ലീഗിൻ്റെ നിലപാട്. നിലവിൽ ഇന്നത്തെ ദില്ലിയിൽ നിന്ന് AICC ഒരു കണ്ണൂരിൽ സുധാകരൻ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന് നിലപാടെടുക്കുമ്പോൾ ലീഗിൻ്റെ നിലപാട് തന്നെയാണ് ഇനി പ്രസക്തമാകുക. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ലീഗ് എന്ത് നിലപാടെടുക്കുന്നു, മലപ്പുറത്തെ സംബന്ധിച്ച ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ടാകും. സ്വാലിഹ്. സിജു, മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കും, UDF യോഗത്തിൽ പങ്കെടുക്കില്ല തുടങ്ങി പല ഭീഷണികളും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കാരണം മുസ്ലിം ലീഗിൻ്റെ ആവശ്യം പൊതുസമൂഹം തന്നെ മുസ്ലിം ലീഗിന് ഈ മൂന്നാം സീറ്റിന് അർഹതയുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് അത് കോൺഗ്രസിൽ നിന്ന് കിട്ടുമെന്നൊരു പ്രതീക്ഷ മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. അതനുസരിച്ചാണ് മുസ്ലിം ലീഗ് ഇത്തരത്തിൽ വലിയ ഭീഷണികളിലേക്കൊക്കെ കടന്നത്. മുസ്ലിം ലീഗിനകത്തും വലിയ സമ്മർദ്ദമുണ്ട്. മറ്റൊരു സീറ്റ് കൂടെ, അർഹതപ്പെട്ട ഒരു സീറ്റ് കൂടെ മുസ്ലിം ലീഗിന് വേണം. പ്രത്യേകിച്ച് ഇടത് മുന്നണിയിൽ CPI ഒക്കെ 4 സീറ്റ് വരെ മത്സരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം ലീഗ് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്കിടയിൽ ഒരു സീറ്റ് അധികമായി ലഭിക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. അതൊരു അത്യാവശ്യ സാഹചര്യം മുസ്ലിം ലീഗിൻ്റെ മുമ്പിലുണ്ട്. പ്രത്യേകിച്ച് ഈ സംഘ് പരിവാറിനെ നേരിടുന്നതിൽ കോൺഗ്രസ് ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, പാർലമെൻറ്റിൽ സ്വന്തം അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ട ഒരു രാഷ്ട്രീയ ആവശ്യം കൂടി മുസ്ലിം ലീഗ് ഉണ്ട് എന്ന് പൊതുവിൽ മുസ്ലിം ലീഗ് നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഇതിന് വഴങ്ങിയില്ല. ഇത് പാണക്കാട് തങ്ങളുമായി ഈ രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ ചേർന്ന യോഗത്തിൽ പാർലമെൻറ്റ് സീറ്റ് അല്ലാതെ മറ്റൊരു ചർച്ചയ്ക്കും മുസ്ലിം ലീഗ് ഇല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ടാണ് മറ്റ് മറുപടികളൊന്നും പറയാതെ മുസ്ലിം ലീഗ് തിരിച്ചു പോന്നിട്ടുള്ളത്. ഇന്ന് സാദിഖ് അലി തങ്ങൾ തിരിച്ചെത്തിയാൽ ഇക്കാര്യം നേതാക്കൾ തമ്മിൽ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് രാജ്യസഭാ സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ലെന്ന് ലീഗിന് തന്നെ അറിയാം. കാരണം ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ചില സൂചനകൾ പുറത്തു വന്നു. കാരണം രാജ്യസഭാ സീറ്റ് കൂടി ലീഗിന് കൊടുത്താൽ രാജ്യസഭയിൽ ഏകദേശം 3 പേർ ഒരേ വിഭാഗത്തിൽ നിന്നുള്ളവരാകും എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കോൺഗ്രസിൻ്റെ പഴയകാല ചരിത്രം കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യസഭാ സീറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലെന്നുള്ളത് ലീഗിന് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് നാളത്തെ യോഗം വളരെ നിർണായകമാണ്. ലീഗ് ഉറച്ചു തന്നെയാണോ? ലീഗ് ഇത്തരത്തിൽ മൂന്നാം സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള തീരുമാനം പല നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നുണ്ട്. അത് സംബന്ധിച്ച് ഇന്ന് മലപ്പുറത്ത് എന്താണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും? മലപ്പുറത്ത് നിന്ന് സിജു സൂചിപ്പിച്ചതുപോലെ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ അത്ര ഉറപ്പൊന്നും മുസ്ലിം ലീഗ് നേതൃത്വത്തിനില്ല. അതിൻ്റെ ഒരു കാരണം, ഇന്നലെ ഈ രാജ്യസഭാ സീറ്റ് മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ നേതാക്കൾ പറഞ്ഞത് അതിന് AICC അനുമതി വാങ്ങേണ്ടതുണ്ട്, അവരുമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തേണ്ടതുണ്ട് എന്നൊരു കാര്യം മുസ്ലിം ലീഗ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിലും ഒരു വ്യക്തത മുസ്ലിം ലീഗിനില്ല. ഇനി അങ്ങനെ രാജ്യസഭാ സീറ്റ് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ, അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അത് അംഗീകരിച്ചാൽ തന്നെ മുസ്ലിം ലീഗിന് സംഘടനാപരമായി വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഈ നേതൃത്വം ഇക്കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു സാഹചര്യം മുസ്ലിം ലീഗിനകത്തുണ്ട്. ഏതായാലും ഇന്ന് നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോഴെല്ലാം പറഞ്ഞത് നാളത്തെ യോഗത്തിന് ശേഷം നമുക്ക് കാണാം എന്നാണ്.